മൈ ഗോഡിന്റെ ഇന്നത്തെ കഥ ടൂ വീലർ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഹലോ, ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളൊരു വണ്ടി കൊടുത്തേക്കാം. ഇവിടെ ഭാര്യയെ ടൂ വീലർ പഠിപ്പിക്കാൻ ഭർത്താവ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. വിളിച്ചിരുന്നേ ഏടാണ്. നമ്മളെ ഇതുവഴിയാണ് വന്നത്. റോഡിലൊന്നും കൊണ്ടുപോകണം. ഇല്ല, ഇവിടെ മാത്രം തന്നെ. ഇതിനിടയിൽ സംഭവിക്കുന്ന രസകരമായ നിമിഷങ്ങളാണ് എപ്പിസോഡിൽ അരങ്ങേറുന്നത്. കാണാം പ്രാങ്ക് വല വിരിച്ച മറ്റൊരു ഓ മൈ ഗോഡ് കഥ. ബുക്കും പേപ്പറും ഇല്ല. ഇതില് പെട്രോൾ ഉണ്ടോ? എന്തോന്ന് കാണിച്ചത് ചേട്ടാ? എന്തോന്ന് വെച്ചാ കാണിച്ചത്? പറ്റിപ്പോയി. എന്തോന്ന് പറ്റിപ്പോയി? വയ്യാത്ത ഒരാളെന്ന് കണ്ണു കണ്ടുകൂടെ? നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡ് ഒതുങ്ങി വന്നുകൂടായിരുന്നോ? വയ്യാത്തൊരു മനുഷ്യനല്ലേ, അല്ലെങ്കിൽ വണ്ടി അങ്ങ് നിർത്തിക്കൂടെ? ചേട്ടാ എഴുന്നേറ്റ്. പക്ഷെ നിനക്ക് കണ്ണ് കണ്ടുകൂടെ? പഠിക്കുന്നൊക്കെ ആളുകൾ നടന്നു പോണ വഴി കൂടെയാണോ? വണ്ടി ഓടിക്കാൻ അറിയാവുന്ന തന്നെ. വെള്ളം വേണം കേട്ടോ. ഇച്ചാനാ മേടിച്ച ഫ്രണ്ടില് വണ്ടി ഇരുന്നതാര്? കണ്ടൂടെ ഇത്? കൈയും കാലും വയ്യാത്തത്. നമ്മള് ഹോസ്പിറ്റലിൽ പോവായിരുന്നു. ഇപ്പൊ ഇത് ഇനിയിപ്പൊ പിന്നെ ഒടിഞ്ഞു കാണൂലേ? കൈ ചെന്ന് കൈയാണ് ഇടിച്ചത്. മൊത്തം പൊട്ടി. എന്റെ കെട്ടെല്ലാം പൊട്ടി. അയ്യോ, എങ്ങനാ ജീവിക്കും ഭഗവാനെ? അയ്യോ, എഴുന്നേറ്റിട്ട് എഴുന്നേക്കാൻ പറ്റില്ല. നടുവും പൊട്ടിയാ? നടുവും പൊട്ടിയാ? പൊട്ടൊന്നുമില്ലേ? എഴുന്നേക്ക്, മെല്ലെ എഴുന്നേക്ക്. നീ പിടിക്കണ്ട, നീ തള്ളിയിട്ടിട്ട്. പൊന്നു വെച്ചേ, നീ എന്തൊരു വണ്ടി ഓട്ടി പോട്ടിക്കണം. നമ്മൾ ആശുപത്രിയിൽ പോയി നടന്നു വന്നത് ഈ കൊച്ചു പഠിക്കായിരുന്നു. വന്ന് വണ്ടി വെച്ച് ഒറ്റ ഇടി. മര്യാദക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കുന്നത് ആളുകളെ നെഞ്ചത്ത് കയറ്റിയാണോ പഠിക്കുന്നത്? വണ്ടി ഓട്ടിക്ക് അറിയാ? കരഞ്ഞാലൊന്നും ഒന്നും നടക്കത്തൊന്നുമില്ല. നമ്മള് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ് ഇറങ്ങിയത്. ഇപ്പൊ പിന്നും പൊട്ടലായിട്ടുണ്ട്. മനഃപൂർവ്വം വന്ന് വീണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. മനഃപൂർവ്വം വന്ന് ആരെങ്കിലും വീഴോ? ഇത്രയും അവസ്ഥയിലിരിക്കുന്ന ഒരു മനുഷ്യൻ വണ്ടി പറഞ്ഞിട്ട് നേരെ വന്ന് വണ്ടി നേരെ നടക്കാൻ പോയ കൊച്ചെ, അതുകൊണ്ട് തന്നെ 63 സ്റ്റിച്ച് കൊണ്ടാണ് നടക്കുന്നത് ഇതിനകത്ത്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പൈസ തരാൻ പറ്റുമോ? കൊണ്ടുപോയേ പറ്റുള്ളൂ. അല്ലെ ഞാൻ നാട്ടുകാരെ വിളിച്ചു വരുത്തും. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ പോവായിരുന്നു. ഇനിയിപ്പൊ ഈ വീണത് ഇനിയും ചെന്ന് നോക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെ പൊട്ടിയെന്ന് ആർക്കറിയാം? ആ കാലിന് പൊട്ടലില്ലായിരുന്നു, അതിപ്പോ പൊട്ടിയെന്ന് തോന്നുന്നു. ആശുപത്രി പോവാം. ആശുപത്രി പോട്ടെ, പൈസ വെച്ച് പോവാ. നമുക്ക് പൈസ വെച്ച് അമ്മക്ക് വണ്ടി പിടിച്ച് പോവാ. എവിടെ ചെന്നില്ല കൊല്ലാൻ പറഞ്ഞെങ്കിൽ ഇവരെ കാറിൽ കൊണ്ടുപോവാന്ന്. ഇല്ല, നമ്മള് പൊയ്ക്കോളാം. പൈസ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ പൈസ ഇട്ട് തന്നാ മതി. സ്കാനർ എടുത്ത് കാണിച്ചോട്. സ്കാനർ ചെവിയും പോയെന്നാണ് തോന്നണ ഈ വീഡിയോയില്. അങ്ങനെയാണെങ്കിൽ കേസായിട്ട് പോവാം. വണ്ടി കൊണ്ട് ഇടിച്ചതല്ലേ, ലൈസൻസ് ഇല്ലല്ലേ? നമ്മൾ മെയിൻ റോഡ് ഓടിച്ചില്ലല്ലോ. വണ്ടിക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ടാ? വണ്ടിക്ക് എല്ലാം ഉണ്ടല്ലേ? ഇൻഷുറൻസും ബുക്കും പേപ്പറും എല്ലാം ഉണ്ടാ? ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കേ. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആണ് ബാക്കി കാര്യം. ഉണ്ടെങ്കിൽ ഇല്ല, ഞാൻ പറയട്ടെ, ലേണേഴ്സ് ഇല്ലല്ലേ? ലേണേഴ്സ് ഉണ്ടാ? ഞാൻ പഠിക്കാൻ വന്നതേ ഉള്ളൂ. നിങ്ങൾക്കല്ലേ വയ്യെന്ന് പറഞ്ഞു വീണ് കിടന്നു. എനിക്കൊരു കാലം തന്നൂടെ? എനിക്ക് ജീവിക്കാനുള്ള നിങ്ങൾക്കല്ലേ ഒട്ടും കാലൊടിഞ്ഞു കിടക്കണം. അയ്യോ അയ്യോ, എന്തോന്ന് ചുമ്മാ? നിങ്ങൾ പൈസക്ക് വേണ്ടി വന്നല്ലേ ഇങ്ങനെ? ആരാ പൈസ? നിങ്ങൾ എപ്പോഴാ ഞങ്ങളറിഞ്ഞാ?
അച്ഛന്റെ പ്രായമല്ലേ ഞാൻ എല്ലാം ഇടിച്ച് വണ്ടി റോട്ടിട്ട് പോ പൈസക്ക് വന്നതാ ഞങ്ങള് പാവങ്ങള്. അയ്യോ പൈസ കൊടുക്കല്ല, അതാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നത്. പൈസ കൊടുത്താ ഇത് നമ്മളെ കൈ നിൽക്കൂല. ഇത് സ്ഥിരം പരിപാടിയാണ് ഇവര്, സ്ഥിരം പരിപാടി. ഈ ഏരിയ ബാലരാമപുരം, നെയ്യാറ്റിൻകര എല്ലാം നിങ്ങളുടെ ഏരിയയിലൊക്കെ വന്നിട്ട് ഇത് തന്നെയാണ് പരിപാടി. നമുക്ക് ആർക്കും കണ്ണീരെ കണ്ടുകൂടാ. ഭാഗ്യലക്ഷ്മി ഇതിന്റെ വണ്ടി ഓണർ പോയി വിളിച്ചിട്ട് വന്നാലും ചേട്ടൻ പോയി പെട്ടെന്ന് വിളിച്ചിട്ട് വാ. ചേച്ചി എന്റെ കൂടെ നിൽക്കുവോ? ഞാൻ നിക്കാം, പേടിക്കണ്ട. അയ്യോ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം, വിളിച്ചിട്ട് വരാം, പെട്ടെന്ന് വിളിച്ചിട്ട് വരാം. ആരില്ലാതെ ഇവിടെ നിന്ന് അവര് ആളുകളെ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കും. നമ്മുടെ കൈ താങ്ങൂല ഇത്. നമുക്ക് കൊച്ചിന്റെ പൈസ പൈസ നമുക്ക് വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. പറ എന്തോന്നാണ് ഇങ്ങനെ നിന്നാൽ എങ്ങനെയാണ്? ഒരു മിനിറ്റ്, ഞാൻ പെട്ടെന്ന് പോയി വിളിച്ചിട്ട് വരാം. ഞാൻ നിൽക്കാൻ ചേച്ചി, ഞാൻ നിൽക്കില്ലേ? കാരണം എനിക്ക് ചേച്ചി ഇതിൽ അകപ്പെടലെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഒരു സ്ഥിരം പരിപാടിയാണ്, ഇതുകൊണ്ട് നിൽക്കണം ഇത്. ചേട്ടാ പോയി പെട്ടെന്ന് ബുക്കും പേപ്പറും ഉണ്ടാ ഇതിന്? അവര് പൈസയുടെ കാര്യം സെറ്റിലാക്കും. കൊച്ചെ നീ പറ, നീ അല്ലേ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചത്? നിനക്കൊന്നും പറയില്ലേ? ചോദിച്ചേട്ടാ എത്ര പ്രാവശ്യം നീ നിന്റെ അച്ഛന്റെ പ്രായം ഇല്ലേ ഞാൻ തന്നെ നിനക്ക് ഈ വണ്ടി ഈ റോട്ട വന്ന എന്നെ പാവപ്പെട്ട എന്നെ വണ്ടി ഇടിച്ചാലുള്ള വല്ല ആവശ്യം ഉണ്ടാ നിനക്ക്? പ്രായം നോക്കി അപ്പൊ എന്നെ കൊല്ലാൻ നോക്കിയതാ, കൊല്ലാൻ നോക്കിയതാ. അവര് ഇടിച്ചില്ലെന്ന് പറയാ. അയ്യോ എന്നെ ഇടിച്ച് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിലല്ലേ വരുന്ന ഇടിയോടാ. കറക്റ്റാ പറ, എന്താണ് സംഭവിച്ചത്? ഇടിയോടെ ഞാൻ തെറിച്ചു പോയില്ലേ? നില്ല ചേട്ടാ, പറ ചേച്ചി പറ, എന്താണ് സംഭവിച്ചത്? ഇടിച്ചെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അയ്യോ ഇങ്ങ് വന്നതേ ഉള്ളൂ, കുഞ്ഞിങ്ങ് പറഞ്ഞിട്ട് വന്നങ്ങ് വീണ്. എന്താ പൊന്നു വെച്ചേ, ഞാൻ കൊന്നി വന്നപ്പോ അങ്ങോട്ട് തെന്നി, അപ്പോഴാണ് ഇങ്ങോട്ട് ഒറ്റ ഇടി. ഞാൻ ഇതുവഴി വന്നതാണ്, കള്ളം പറയല്ലേ? ബ്രേക്ക് ഏതെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ അറിഞ്ഞൂടാതെ എന്നെ കൊണ്ട് ഇടിച്ചത്. ഞാനാണ് ഓടിച്ചോണ്ടിരുന്നത്. വണ്ടി ഓടിച്ചാല് ഞാനല്ല ഓടിച്ചു, ഞാൻ വെറുതെ കൈ വെച്ചിരുന്നതേ ഉള്ളൂ. വണ്ടി ഫ്രണ്ട് ഇരിക്കുന്ന ആളിനെ ഓടിക്കണം, നിങ്ങൾ ബാക്കി ഇരിക്കാതെ പഠിക്കാൻ വന്നതാണ്, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. എന്റെ ദേഹത്ത് പഠിച്ചല്ല, എന്നെ പഠിച്ചപ്പോ തീർന്നാ ഇനി ഞാൻ ഏത് കാലത്ത് ജോലിക്കോ? ചേച്ചി തരും ജോലി. ജോലി അല്ലല്ലോ ഇപ്പൊ ചോദിച്ചത്, കൊണ്ടുവന്ന് ഇടിച്ച് ഇത്രയും. അവര് ജോലി തരാന്ന് പറയല്ലേ, പിന്നെ ഇനി വിഷമിക്കണേ എന്തിന്? 63 സ്റ്റിച്ച് ഉണ്ടായിരുന്നു, അതെല്ലാം നിങ്ങളുടെ വണ്ടിയാണോ? അല്ല, പിന്നെ ചേട്ടന്റെ കൂട്ടുകാരൻ. അപ്പൊ എന്നെ കൊല്ലാൻ വന്നാ കൊട്ടേഷൻ എടുത്തു വന്നേ. കൊച്ചെ നീ എന്തോന്നാണ് ഇപ്പൊ പറയുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറയാൻ പറഞ്ഞില്ലല്ലോ, മിണ്ടാ നിക്കോ? പിന്നെ നിന്റെ അടുത്ത് വരും, ചേട്ടൻ വരുമെന്ന് എപ്പോഴേ പറയുന്നു, ഇപ്പം വരുമെന്ന്. നീ അല്ലേ ഇത് ആക്കി കൊടുത്തത്? ഫ്രണ്ടിൽ വണ്ടിയിലിരുന്ന നീ തന്നെ. ബാക്കിലോട്ട് കൂടുതൽ പോവല്ലേ, അങ്ങ് വെള്ളത്തിൽ വീഴും. ഇനി എന്നിട്ട് അത് നമ്മളെ തലയിൽ വെച്ച് തരാനായിട്ട് നീ ഇങ്ങോട്ട് തിരിഞ്ഞില്ലോ വെച്ചേ. മൂത്തോക്കി സംസാരിക്കാത്തത് കള്ള പിള്ളേരെ പോലെ നീ എന്തിനാ കാണിക്കണത്? ഫേസ് മാറ്റുന്നതിന് എന്തിനാ അങ്ങോട്ട് മൂത്തോക്കി സംസാരിച്ചു? ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളെ കള്ളത്തനാണെന്ന് അറിഞ്ഞാ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് പൈസ തരും, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തലകറ കിടന്ന് പൈസ തരാൻ പറ്റുമല്ലേ? എന്റെ പൊന്നു സ്ത്രീ വരും ഇപ്പൊ. അവര് ആര് വരും? ചേട്ടാ ഇപ്പൊ വരും, ഒന്ന് അടങ്ങ്. പൈസ കൊണ്ട് പൊന്നു സ്ത്രീ വണ്ടിയുടെ അടുത്തോട്ട് പോയെന്നില്ലേ? കണ്ടാ പുള്ളിയെ കണ്ടാ? എന്ത് പറഞ്ഞു? അവിടെ വീട്ടിലില്ല, ഇവിടെ പുറത്ത്. ഇപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ആരെ പുറത്തായിരിക്കട്ടെ, നീ പൈസ അഖിലേഷ് വീട്ടിലില്ല. അവിടെ അഖിലേഷ് പൈസ എടുക്കാന്നും പറഞ്ഞല്ലേ പോയത്? പൈസ എടുക്കാല്ലേ, പിന്നെ എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോയത്. നീ പൈസ കൊടുക്കും. എത്ര നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാൻ വേണം. അങ്ങോട്ട് നടക്കൂല. എന്റെ ചേച്ചി, ഞാനേ ഒരു കാര്യം പറയണൊക്കെ ആദ്യമേ എടുത്ത് ചാടല്ലേ ചേച്ചി. ഇവർക്ക് സ്ഥിരം ഇതാണ് പരിപാടി, വച്ച് കെട്ടി ഇങ്ങനെ നടക്കണതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അവരെ ഫ്രണ്ട് വെച്ച് ഒന്നും പറയാൻ പറ്റൂല. എന്റെ പൊന്നെ, ഇങ്ങേർക്ക് ജോലിയൊന്നും ഇല്ല, ഇതാണ് ജോലി, ഇങ്ങനെ ജോലി ഇതാണ്. ഹലോ, എന്റെ ഫോൺ ഇങ്ങോട്ട് കേട്ടാ. ചേച്ചി വിളിക്കണ്ട. എന്തോന്നായി? നിങ്ങൾ തമ്മിൽ സംസാരിച്ച തീരുമാനിച്ചാ? 1000-2000 1000-2000 വേണ്ട, നീ വായിക്കണം, ഇങ്ങോട്ട് നിൽക്കാ വണ്ടി കടന്ന്. പറയാ 1000-2000 ബ്രേക്ക് പിടിക്കാനൂടെ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞേ?
പറഞ്ഞല്ലേ എന്നെയാണ് അങ്ങനല്ലല്ലോ. എവിടെ പോയി ഇത്ര നേരം? എടീ നീ കരഞ്ഞാ നമുക്ക് ഇവിടെ പോകാൻ പറ്റൂല. ഇങ്ങനല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, നീ എന്ത് മിണ്ടാ നിക്കണേ? അല്ലെങ്കിൽ നീ ഇങ്ങനെ നിക്കണേ? ഇങ്ങനെ വല്ലതും വന്ന ഫോൺ എടുത്തിട്ട് പോയിരിക്കും. നീ പറ 1000 രൂപ കൊടുക്കാന്ന് പറ. ചേട്ടാ 1000 രൂപ. നിങ്ങളെ ഭാര്യ കൈവയ്യൊന്നും നോക്കൂല, കൈവയ്യൊന്നും നോക്കൂല. അതിന്റെ ആ പെണ്ണ് നിൽക്കണ മോത്ത് നോക്കാതാ അമ്മനെ കൊണ്ട് ഇടിച്ചിട്ട് ദേഹത്തെന്തിനാ പഠിച്ചത് നീ? എന്നോട് ആവശ്യം ചെയ്തടാ എന്നെ അടിച്ചേ. നിന്നെ വല്ലതും ചെയ്താ മോള് വല്ലതും ചെയ്താ എന്താ നിങ്ങൾ മാറി ഇവ എന്താന്ന് പറഞ്ഞ മോള് പറ ഉറച്ചു പറ. വണ്ടി അടുത്ത് വന്നതേ ഉള്ളൂ, അപ്പോഴേക്കും വന്ന് വീണ് ചുമ്മാ. എന്നിട്ട് പൈസ ഇത് നിന്റെ വണ്ടി തന്നെ? എന്റെ കൂട്ടുകാരന്റെ. കൂട്ടാൻ്റെ കുഴപ്പമില്ല. ബുക്കും പേപ്പറും ഉണ്ടല്ലോ? ബുക്കും പേപ്പറും ഇല്ലേ? ബുക്കും പേപ്പറും ഇല്ലേടേ? ബുക്കും പേപ്പറും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടല്ലേ ബുക്കും പേപ്പറും ഇല്ല. ഇത് ആരും ഓടിച്ചു വന്നത്? ഇതേ ഓടിച്ചു വന്നത് കൊച്ച് ഒരിടം ഓട്ടിച്ചില്ല. ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയേ ഉള്ളൂ. പഠിച്ചതാണ്, പഠിക്കാൻ വന്നേ. പഠിക്കാൻ വന്ന് നിങ്ങൾ പഠിച്ചോ? പഠിക്കുമ്പോഴാണ് ലേണേഴ്സ് നീ ഈ ഏരിയ വരുന്നതല്ലേ, എല്ലായിടത്തും നീ ഇതുപോലെ പൈസ പിടുങ്ങുന്നുണ്ട്. ഞാൻ ഇത് അറിയാതിരുന്നിട്ടല്ല കേട്ടാ, ഇത് അറിയാതിരുന്നത്. ഞാൻ പലതവണ യവന്റെ എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു വിലക്കാണ്. ഇത് തന്നെ വണ്ടി ഇടിച്ചല്ല കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടിച്ചതാണ്. നീ ഇടിച്ചാണ് ആ കൊച്ചി ഇടിച്ചാ അവൻ പാവം. ഇടിച്ചെങ്കി ഇവിടെ നിന്ന് പോകൂല ആരും. പറഞ്ഞേക്കാം ഇടിച്ചില്ല. ഇടിച്ചാടാ ഇടിച്ച്. നീ ഞങ്ങള് വന്നപ്പം ആര് പഠിച്ചോണ്ട് വന്നപ്പോ? നമ്മളെ വണ്ടി പഠിച്ചോണ്ട് ആടാ പഠിച്ചോണ്ട് വന്നപ്പോ നീ എന്റെ കൈ കയറി പിടിക്കുന്നത്? നീ എന്റെ കൈ കയറി പിടിച്ചെന്താ? നീ എന്താണ് എന്റെ കൈ കയറി പിടിച്ചത്? നിന്റെ അടുത്ത് ഞാൻ മര്യാദക്കാണോ ചോദിച്ചത്? നിങ്ങൾ അത് പിടിച്ച് തള്ളിയതിന് നീ എന്തിനാ എന്റെ കൈ കയറി പിടിച്ചത്? ചോദിക്കട്ടെ, നിങ്ങളല്ലേ ഓടി ഒന്ന് അയാൾ അടിക്കാൻ വന്ന, ഇപ്പൊ ചേട്ടൻ അടിക്കണം? ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തല്ലടാ സംസാരിച്ചത്. എടാ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് എനിക്ക് പൈസ എനിക്ക് 1 ലക്ഷം രൂപ. 1 ലക്ഷം വേണം. 1 ലക്ഷം ഞാൻ വാങ്ങിച്ചു. നമുക്ക് ആൾക്കാരുണ്ട്. 1 ലക്ഷം വേണം. നീ വേടാ, നീ എന്റെ ദേഹത്ത് തൊട്ടാടാ. നീ എന്റെ ദേഹത്ത് തൊട്ടിട്ട് നീ ഇതുവഴി പോകാം. ഇങ്ങോട്ട് നീ പ്രശ്നമാവും കേട്ടാ. നീ എന്റെ ദേഹത്ത് തൊട്ടിട്ട് നീ പോകാ. നീ എന്റെ ദേഹത്ത് മോളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ചേച്ചി നിങ്ങളൊരു കാര്യം മനസ്സിലായി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. നിങ്ങൾ ഇവിടെ ആരെങ്കിലും വല്ലതും ചെയ്താ? എന്തെന്ന്? നിങ്ങൾ ഇവിടെ ഇപ്പൊ എന്റെ കൈ തട്ടി മാറ്റാര്? എന്റെ കൈ തട്ടി പോലെയാണ് പെരുമാറുന്നത്. ആടാ നീ വണ്ടിയുടെ വണ്ടി കയറിയാൽ നിന്റെ കയ്യും കാലും ഞാൻ വെട്ടും. വണ്ടി കൊണ്ടുപോകാൻ ഇവിടെ സംസാരിക്കണ്ട. വെട്ടാണ് നിങ്ങൾ തോന്നിയ നമ്മളെ നാട്ടിൽ വന്ന് നമ്മളെ അടിക്കുന്ന വണ്ടി നമ്മൾ ആക്രി സുന്ദര കയ്യിൽ കൊടുക്കും. നീ ആക്രി സുന്ദര കയ്യിൽ കൊടുക്കും, ബാക്കി നോക്കാം. ഒരുപാട് കണ്ട് നിന്നെ ഒരാൾ വിളി. മാലയുടെ നീ പറഞ്ഞ അണ്ണാ. ഹലോ, മനസ്സിലായ ആളിനെ? മനസ്സിലായ? തരാന്ന് പറയടാ അങ്ങോട്ട്. കൊടുക്കാം അണ്ണാ. ഊരി തരാം. ഊരടാ എന്ത് നെല്ല് ഊരടാ അങ്ങോട്ട്. അവിടെ എന്നാ അറി കൊണ്ടു വാ. എന്നാടാ എന്നാ ഇത് എത്ര പവൻ ഉണ്ടാ? ഇവിടെ ഒന്നില്ലടാ ഇത് എത്ര പവൻ ഉണ്ട്? പറ്റില്ല. ഇനി അതും കൂടെ ഊരിയാണ്.
ദൈവമേ, ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഊരി എടുക്ക്. താലി ഇട്ടേക്കണേണ്. ഓക്കേ, താലിയാണ് താലിയാണെങ്കി അത് മോശമല്ലേ? നിനക്ക് അല്ലേ അതും കൂടെ ഊരിയാണ്. ഇല്ലെങ്കിൽ പോകൂല, അറിയാലോ. അത് ഊരി ഇങ്ങോട്ടാ. ഇത് മാത്രം പോരെ? ഇല്ല പറ്റില്ല. ഞാൻ നിങ്ങളുടെ പറഞ്ഞു, ഞാൻ വീണ്ടും മറ്റാണെന്നെ വിളിക്കണോ? നീ പെട്ടെന്ന് ഊരി ഒരു മോതിരം എന്തെങ്കിലും തന്നാ അപ്പൊ താലി മാലടാ വേണ്ട. ഒരു കൊലുസും എടുത്തോളൂ പെട്ടെന്ന് വേഗം നീ വേഗം മോതിരം പെട്ടെന്ന് ഊരി കേസ് കൊടുക്കാം നമുക്ക്. കേസ് കൊടുത്തതെല്ലാം വാങ്ങാം. നീ അവര് ഊരി എടുക്കട്ടെ. മോതിരം കൊടു. മാല കിട്ടിയല്ലേ? അവർക്ക് ബുദ്ധിമുട്ടാണ്. കൊടു മോതിരം. നീ മോതിരം ഊരി കൊടു. ഒരു മോതിരം കൊടു. കൊടു മോതിരം കൊടു. നീ എന്നെ കൊടു. അതും കൂടെ ഇടരുത്. എടാ അതും കൂടെ എങ്ങനെ? ഇത് പോരെ? എങ്ങനെയാടാ ശരിയാ? അതൊരു തൂക്കമില്ലണ്ണ. ഇതെങ്ങനെ തൂക്കം? ഇത് തന്നെ കൂടുതൽ. അതും കൂടെ ഇടറേ. അണ്ണനെ ഞാൻ വിളിച്ചാൽ ഇനിയും തരാൻ പറ്റില്ല. ഒരു പവൻ എത്ര രൂപ? ബാക്കി കൂടെ ഊരി പെടാ. സെറ്റിൽ ചെയ്തെങ്കിൽ പിന്നെ മാനം കിട്ട ഇടപെടാവും. ഇത് പോകെ പോകെ വൻ വിഷയത്തിലോട്ട് പോകും. നിങ്ങൾക്ക് മാനായിട്ട് കുടുംബമായിട്ട് ജീവിക്കണ്ടേ? നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയാമോ? ആ കൊലിസ് രണ്ടെണ്ണത്തിൽ ഒരു കൊലിസ് ഇട്ടോണ്ട് പോ. ഒരു കൊലിസ് വണ്ടി തിരിച്ച് അത് സ്വർണ്ണമല്ലെന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് ഊരിയിടത്. അത് തൂക്കി അണ്ണം വന്ന അറിയാല. നീ ഇവിടുന്ന് പോകില്ല. അതുകൊണ്ടാണ് ഊരി എടുക്കട്ടെ. ഇങ്ങ് മാറി. നേരെ നില്ലടേ. നീ സ്നേഹത്തോടെ നിന്ന് ഊരിയിടും. വേഗാവട്ടെ. എടാ നിങ്ങൾ വേണടാ. നിങ്ങൾ പോയി മതിയല്ലോ. തീർന്നാ? അയ്യോ ഇത് സ്വർണ്ണം അല്ലേ? സ്വർണ്ണം തന്നെ. കൊച്ച കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വരും. നീ എന്തൊന്നും മിണ്ടാത്തത്? ഞാൻ കള്ളിയല്ല. കള്ളിയല്ല. അങ്ങോട്ട് മാറി. ഞാൻ ഇമിറ്റേഷൻ അല്ല. തരാളെ തന്നല്ല. അല്ല കള്ളിയല്ല എന്ന് പറയണേ. നിന്റെ ഭർത്താവ് കള്ളനല്ലേ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞതാ അത് ഗോൾഡ് അല്ലെന്ന് പറഞ്ഞടാ. റോസ് ഗോൾഡ് ഡയമണ്ട് ആണ്. അത് ഗോൾഡ് അല്ല. എത്ര വിലയുണ്ട്? 10-15 ഉണ്ടോ? അറിഞ്ഞൂടാത്തത് ഇതൊക്കെ അറിഞ്ഞു വെക്കണ്ടേ? ഞങ്ങൾ പിന്നെ അത് കണക്കൂട്ടണം എങ്ങനെ? 1 ലക്ഷം രൂപ തയ്ക്കണം വേണ്ടേ? നിങ്ങൾക്ക് കണക്ക് പറയാനാ ഞാൻ ജീവിക്കണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണക്ക് വേണ്ടേ? ഇത് കറക്റ്റ് അവിടെ പറയണം. കൊണ്ട് ഇടിച്ചാ അവന്റെ കാലിൽ മിണ്ടായിടാ. ഞാൻ നീ ധൈര്യമായിട്ടിടാ. ടെൻഷൻ അടിക്കാടാ. ഓവർ ആക്ട് ചെയ്യല്ലേ? അവന്റെ അവസ്ഥ നമുക്കറിയാം. എങ്ങനെ ഞാൻ അവന്റെ സൈഡ് തന്നെ ആയി? മര്യാദയ്ക്ക് നിങ്ങളെ സൈഡിൽ തന്നെ മര്യാദയ്ക്ക് പറയാൻ വന്നത്. അപ്പഴത്തേക്ക് യവൻ കയറി അങ്ങ് ചാടേ. ആരടിക്കാൻ വന്നത്? നിങ്ങൾ അടിക്കാൻ വന്നത്? യവനല്ലേ എന്നെ അടിക്കാൻ വന്നത്? അതെ, അത് കണ്ടില്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞു മനസ്സിലായാ? ഇവിടെ നിന്ന് പോവൂല. ഇനി ആ മോതിരം ഇവിടെ ഊരി വാങ്ങടാ. അതും കൂടെ ഊരി വാങ്ങിച്ചാൽ കൊലുസ് ഒരു കൊലുസ് ഇങ്ങോട്ട് ആ മോതിരം കൂടെ കൊടു. അണ്ണനെ ഞാൻ കഴിഞ്ഞ ഇപ്പൊ എത്രയാ? 2 വരൂലണ്ണ. 2 വരൂലണ്ണ. അപ്പൊ ഈ കൊലുസും കൂടെ ഊരി കൊടു. വേഗം ഒരു കൊലുസ് മതി. സംസാരിക്കട്ടെ. വിഷയങ്ങളുണ്ടാവാം. ഇനി ഒരു കൊലുസും കൂടെ കിട്ടുള്ളൂ. ഇനി ഒരു തരം പറ്റൂലെന്ന് പറയാം. ഞാൻ എന്ത് പറയാം? തരാൻ പറ്റൂല. എന്നെ കൊണ്ട് കൊല്ലാക്കിയിട്ട് നീ എന്താ കള്ളം നടന്നാക്കാനാ? അല്ല, നിങ്ങൾക്ക് എന്തിനാണ് ഈ 1 ലക്ഷം രൂപ ആവശ്യം? ഹോസ്പിറ്റലിൽ കമ്പിയിടണ്ടേ? കമ്പി കിടക്കണം എന്ന് പറഞ്ഞാൽ പോരെ? സ്കാനൊക്കെ ചെയ്യണ്ടേ തലയിലൊക്കെ? ഒരു കാര്യം ചെയ്യ്. എന്റെ മുമ്പ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അയ്യോ, നിങ്ങൾ ആര് ദൈവോ? അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പൊട്ടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെടുക്കും. എന്നാ പൊട്ടിച്ചെടു. ക്യാഷ് വേറെ. നീ പൊട്ടി. ഞാൻ പൊട്ടിക്കാം. പൊട്ടി. മാറിക്കോട്. നീ മാറിക്കോട്. ഊരി എടുക്കട്ടെ. സൗകര്യമായിട്ട് നിന്നോട്. ഒരാൾ കാല് പിടിച്ചോ, ഒരാൾ ഊരി. എന്താ
ഒരു കൊലുസുതാ ഒരു കൊലുസാ എളുപ്പമുണ്ട് ഊരടി വലിച്ചു പൊട്ടിക്കുന്നേ താലി വല പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ അത് കയറി കളിക്കല്ലേ അയ്യോ പൊട്ടില്ലല്ലോ. ഇടിച്ചത് ശരിയാണ്. നിങ്ങളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. എവിടെ കണ്ടിട്ടുണ്ട്? എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണ് കണ്ടെന്ന് പറ. കൗമുദി ടിവിയിലാ, ഓമൈ ഗോഡിലാ, എവിടെയാണ് കണ്ടത്? ഇല്ല ഇനി ഊരണ്ട എന്തിന്? ഇവിടെ കണ്ടേന്ന് പറ. ഇവിടെ കണ്ടെന്ന് പറ. കണ്ടെന്ന് പറ. എവിടെ കണ്ടത്? കൗമുദിയിലെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന പ്രാങ്ക് ഷോ ഇല്ലേ, അത് നടത്തോ. അവിടെ ക്യാമറ എല്ലാവരും ഉണ്ട്. അതെല്ലാം അതുപോലെ ആപ്പിന് കൈക്കൊരു കുഴപ്പമില്ല. ബാള ഇത് രണ്ടാമത്തെ മുതിരം, ഇത് അവന്റെ മാട. ഞങ്ങൾക്ക് വേണ്ട. പണം വയ്ക്കാൻ പോലും തരാത്ത മെൻസ് വേൾഡ് ബാലരാമപുരം നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം, ഡീപോൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.